നമസ്കാരം. കൊറോണയുടെ കൂടെ തന്നെ കേട്ടുവരുന്ന ഒരു പേരാണ് ഷിഗല്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയപ്പെടാൻ ഒന്നുമില്ലെങ്കിൽ തന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. അത് ബാധിച്ച അവസ്ഥയെ നമ്മൾ ഷിഗല്ലോസിസ് എന്നാണ് പറയുന്നത്. നമ്മുടെ കുടലിനെ സാരമായി ബാധിക്കുന്ന ഒരു ബാക്ടീരിയയാണിത്. ഷിഗല്ല ബാധിതനായ ഒരാൾ 2-3 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നുണ്ട്. മെയിൻ ലക്ഷണം എന്ന് പറഞ്ഞാൽ വയറിളക്കമാണ്. രക്തത്തോടും പഴുപ്പോടും കൂടിയിട്ടുള്ള വയറിളക്കം, അതിൻ്റെ കൂടെ പനി, ഛർദിൽ, ഓക്കാനം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. വയറിളക്കം കൊണ്ടുണ്ടാവുന്ന ഡീഹൈഡ്രേഷനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ നിർജ്ജലീകരണം ചിലപ്പോൾ രോഗിയുടെ മരണത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് ഷിഗല്ല ബാധിതനായ ഒരാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഡീഹൈഡ്രേഷനെയാണ്. ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുന്ന ഒരു രോഗമാണ്. ഷിഗല്ല ബാധിതനായ ഒരാളുടെ വിസർജ്യ വസ്തുക്കൾ കൊണ്ട് മലിനമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കഴിക്കാൻ ഇടവരികയാണെങ്കിൽ നമ്മൾക്ക് ഷിഗല്ല ബാധിച്ചേക്കാം. അതുകൊണ്ട് നമുക്കിത് പടരാതിരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന മുൻകരുതലുകൾ: കൈകൾ എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. ശുചിമുറി ഉപയോഗിക്കുന്നതിനേക്കാളും മുമ്പും ഉപയോഗിച്ചതിന് ശേഷവും നമ്മൾ നന്നായിട്ട് കഴുകുക. ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ അവരുടെ വിസർജ്യ വസ്തുക്കൾ ടോയ്ലറ്റിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡയപ്പറൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ആ ഡയപ്പേഴ്സൊക്കെ കൃത്യമായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക. അവരെ ശുചിയാക്കിയതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് സോപ്പ് ഉപയോഗിച്ച് തന്നെ നമ്മുടെ കൈകളൊക്കെ ശുചിയാക്കി വെക്കേണ്ടതുണ്ട്. അടുത്ത വീടുകളിലൊക്കെ പോയിട്ട് കളിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ വീട്ടിൽ വന്ന ശേഷം അവരുടെ കൈകളൊക്കെ കൃത്യമായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. യാത്രയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പബ്ലിക് ടോയ്ലറ്റോ ട്രെയിനൊക്കെ ട്രെയിനിലെ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ കൃത്യമായ രീതിയിൽ കൈകൾ കഴുകി സൂക്ഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, യാത്രയിൽ കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾ അവരുടെ ഡയപ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പം ആ ഡയപ്പർ ടേബിളൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൃത്യമായി അണുനശീകരണം, നമ്മുടെ കയ്യിൽ സാനിറ്റൈസറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കൃത്യമായ രീതിയിൽ അണുനശീകരണം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക. മാത്രമല്ല, അവരുടെ ഡയപ്പറൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക. വീട്ടിൽ തന്നെ നന്നായി പാചകം ചെയ്ത ഭക്ഷണം മാത്രം ഉപയോഗിക്കുക. കുടിക്കാനുള്ള വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷിഗല്ല പടരാതിരിക്കാൻ വേണ്ടി നമുക്കും സഹായിക്കാം. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.